നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാരമ്പര്യ ജ്യോതിഷത്തിൽ ശനിയെ പ്രാഥമികമായി ഒരു ദുഷ്ടഗ്രഹമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ ശനി നൽകുന്ന ഫലങ്ങൾ എല്ലായ്പ്പോഴും ദോഷകരമാകണമെന്നില്ല. ഒരാളുടെ ജീവിതത്തിലെ ശനിയുടെ സ്വാധീനത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശനി. അതിനാൽ ശനിയുടെ സഞ്ചാരപഥവും ദൈർഘ്യമേറിയതാണ്. 12 രാശികളെയും തരണം ചെയ്ത് സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ ശനി എടുക്കുന്ന സമയം ഏകദേശം 30 വർഷമാണ്. ശരാശരി കണക്കനുസരിച്ച് ശനി ഒരു രാശിയിൽ 2.5 വർഷം നിൽക്കുന്നു. ജീവിതത്തിൽ എന്തു പ്രതിസന്ധികൾ വന്നാലും അത് ശനിദോഷമാണെന്നാണ് സാമാന്യമായി പറയുന്നത്. എന്നാൽ അത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. ശനി എപ്പോഴും ദോഷഫലത്തെ മാത്രമല്ല നൽകുന്നത്. ബലവാനായ ശനി ഉത്തമഫലങ്ങൾ നൽകുമെന്ന് മാത്രമല്ല, ബലവാനായി നിൽക്കുന്ന കാലയളവിൽ ജാതകർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ പിന്നീട് നഷ്ടപ്പെടുകയുമില്ല. കടുത്ത പാപഗ്രഹമായിട്ടാണ് ശനിയെ കരുതുന്നത്. ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ മനുഷ്യജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നുചേരുന്നു. ഈ മാറ്റം ചില ജാതകർക്ക് അനുകൂലമായും മറ്റു ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു. പ്രതികൂലമായി നിൽക്കുന്ന സമയത്ത് ഏഴരശനി, ജന്മശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ എന്നിങ്ങനെ പല രൂപത്തിൽ പ്രതിസന്ധികൾ നൽകിക്കൊണ്ടിരിക്കും. ചില സന്ദർഭങ്ങളിൽ കഠിനമോ വഴങ്ങാത്തതോ ആയി തോന്നാമെങ്കിലും അത് അതിൻ്റെ കാതലായ ഭാഗത്ത് ഒരു ജ്ഞാനിയായ അധ്യാപകനാണ്. നമ്മുടെ ശക്തിയിലേക്ക് കാലെടുത്ത് വയ്ക്കാനും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും സമർപ്പണത്തിലൂടെയും പരിശ്രമത്തിലൂടെയും നമ്മുടെ പൂർണ്ണശേഷി കൈവരിക്കാനും അത് നമ്മെ ക്ഷണിക്കുന്നു. ശനിയുടെ പാഠങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് തടസ്സങ്ങളെ അവസരങ്ങളായും പരിമിതികളെ ശക്തികളായും മാറ്റാൻ കഴിയും. ഉദാഹരണമായി 10ാം ഭാവത്തിലൂടെയുള്ള ശനി സംക്രമണം തുടക്കത്തിൽ കരിയർ വെല്ലുവിളികൾ കൊണ്ടുവന്നേക്കാം. എന്നാൽ സ്ഥിരോത്സാഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും സമീപിച്ചാൽ ഈ പോരാട്ടങ്ങൾ പലപ്പോഴും ദീർഘകാല വിജയത്തിലേക്കും അംഗീകാരത്തിലേക്കും നയിക്കും. നമ്മൾ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യേണ്ട ജീവിത മേഖലകളെ ശനി നിയന്ത്രിക്കുന്നു. ജനനച്ചാർട്ടിലെ ശനിയുടെ സ്ഥാനവും അതിൻ്റെ സംക്രമണങ്ങളും ഈ മേഖലകളെ അടയാളപ്പെടുത്തുന്നു. ഇത് വെല്ലുവിളികളുടെയും പരിവർത്തനത്തിൻ്റെയും കാലഘട്ടങ്ങളെ എടുത്തു കാണിക്കുന്നു. കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും പ്രതിഫലം നൽകുകയും നിരന്തര പരിശ്രമം ശാശ്വത വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ശനിയുടെ സ്വാധീനം ഭാരമായി തോന്നാമെങ്കിലും അത് ആത്യന്തികമായി ഒരു സമ്മാനമാണ്. അനാവശ്യമായതിനെ ഇല്ലാതാക്കുന്നു. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. ശനിയുടെ പാഠങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നതിലൂടെ നാം കൂടുതൽ ശക്തരും ബുദ്ധിമാനും ജീവിതത്തിലെ സങ്കീർണതകളെ മറികടക്കാൻ കൂടുതൽ കഴിവുള്ളവരുമായി തീരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യവും വിജയവും വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിലൂടെയല്ല, മറിച്ച് ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും അവയെ നേരിട്ട് നേടുന്നതിലൂടെയാണെന്ന് ശനി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടങ്ങളിലൊന്നാണ് ശനിയുടെ തിരിച്ചുവരവ്. അതായത് ഒരാളുടെ ജീവിതചക്രത്തിൽ ജനന സമയത്ത് ശനി നിൽക്കുന്ന രാശിയിൽ 3 പ്രാവശ്യം കറങ്ങി വരുന്നുണ്ട്. ഒന്ന് 28 മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, രണ്ടാമത്തേത് 58 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ, മൂന്നാമത്തേത് 86 വയസ്സിനും 88 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ. ഈ 3 കാലഘട്ടങ്ങളിൽ ശനി നമുക്ക് വെല്ലുവിളികൾ കൊണ്ടുവരും. അതോടൊപ്പം വളർച്ചയ്ക്കും ആത്മനിയന്ത്രണത്തിനും പൂർത്തീകരണത്തിനുമുള്ള വിലമതിക്കാനാവാത്ത അവസരങ്ങളും നൽകിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കൂടുതൽ ലക്ഷ്യബോധമുള്ള ഒരു സ്വത്വത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് ശനി പഠിപ്പിക്കും.
ആദ്യ തിരിച്ചുവരവിൽ ഒരാൾ തന്റെ കരിയർ തെറ്റായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ശനി തിരുത്തുന്നതിനായി പ്രേരിപ്പിക്കുന്നു. ദീർഘകാല സാമ്പത്തിക ആസൂത്രണത്തിനും മികച്ച പണ മാനേജ്മെന്റിനും ശനി പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ശനി കാണിച്ചു തരുന്ന വിഷയങ്ങളിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് പ്രതിഫലം നൽകും. നിങ്ങളുടെ ജീവിതം ശരിയാക്കാൻ പല തിരിച്ചടികളും ശനി നൽകും. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതായും ആശയക്കുഴപ്പത്തിലായതായും സമ്മർദ്ദത്തിലായതായും തോന്നും. ഒരു തൊഴിൽ ആരംഭിക്കുകയോ വിട്ടുപോവുകയോ അല്ലെങ്കിൽ മുന്നേറുകയോ ചെയ്യും. വിവാഹം കഴിക്കാം, വിവാഹമോചനം നടക്കാം, ചില ബന്ധങ്ങൾ തകരാം, ഒരു പുതിയ സ്ഥലത്തേക്ക് മാറാം, അല്ലെങ്കിൽ കാര്യമായ ജീവിതശൈലി മാറ്റങ്ങൾ വരാം. വ്യക്തിപരമായ വളർച്ചയുമായി പൊരുത്തപ്പെടാത്ത സൗഹൃദങ്ങളോ സാമൂഹിക വലയങ്ങളോ ഉപേക്ഷിക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ തിരിച്ചുവരവായ 58 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടങ്ങളിലും ചില തിരിച്ചടികൾ സംഭവിക്കാം. ഇങ്ങനെ ശനിയുടെ സ്വാധീനത്തിൽപ്പെട്ട് പ്രതിസന്ധിയിലായവർ രക്ഷ നേടാൻ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം. ശനിയുടെ പാഠങ്ങൾ കാലക്രമേണ വികസിക്കുമെന്ന് മനസ്സിലാക്കുകയും സ്ഥിരോത്സാഹം നടത്താനുള്ള ക്ഷമയും ഉണ്ടാക്കിയെടുക്കുക. വെല്ലുവിളികളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയും പരിഹാരങ്ങൾക്കായി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുക. ദീർഘകാല പദ്ധതികളും ദിനചര്യകളും സ്ഥാപിക്കാൻ ഘടനാപരമായി തയ്യാറാകുക. ബലഹീനതയോ അവഗണനയോ എടുത്തു കാണിക്കുന്ന മേഖലകളെ അംഗീകരിക്കുക. ധൈര്യത്തോടെയും അച്ചടക്കത്തോടെയും ശനിയുടെ പാഠങ്ങളെ നേരിടുക. ചെറുക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ സമയങ്ങളിൽ പെട്ടെന്നുള്ള ഫലങ്ങൾ നേടാൻ തിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കുക. ഉടനടിയുള്ള സംതൃപ്തിയേക്കാൾ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ആ സമയങ്ങളിൽ ചെയ്യുന്ന ത്യാഗങ്ങൾ ശാശ്വതമായ നേട്ടങ്ങൾ നൽകുമെന്ന് തിരിച്ചറിയുക. പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുകയോ അച്ചടക്കവും പ്രതിരോധശേഷിയും വളർത്തിയെടുക്കുകയും ചെയ്യുക. അതോടൊപ്പം ശനിദോഷ ഫലമായുണ്ടാകുന്ന ഏതു തരത്തിലുള്ള തടസ്സമായാലും അത് നീക്കുന്നതിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ദൈവികമായിട്ടുള്ള ചില പരിഹാരങ്ങളും ചെയ്യാവുന്നതാണ്. വിനായക പൂജയും പ്രാർത്ഥനയും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ഗണപതി ഹോമവും ഉത്തമമായ പരിഹാരമായി പറയപ്പെടുന്നുണ്ട്. ശനിയുടെ അധിദേവതയായ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ശനിദോഷ പരിഹാരമാണ്. ശനിയാഴ്ച വ്രതമെടുക്കുന്നതും കൂവളത്തില സമർപ്പിക്കുന്നതും ഉത്തമമാണ്. നമസ്കാരം.